എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഭയാനകമായിട്ടുള്ള ഒരു കാടാണ്. അങ്ങോട്ട് വന്ന ഗവേഷകൻ ആ കാടെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭൂമികുലുക്കം പോലെ ആ കാടെല്ലാം നിന്ന് കുലുങ്ങുന്നത്. എന്താ ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞ അയാൾ പേടിച്ചു പോകുന്നു. അപ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്. ഭൂമിക്കടിയിൽ നിന്നും ഒരു ഡഞ്ചൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സോ ഈ വിവരം അറിഞ്ഞ മാർക്സ് പെട്ടെന്ന് എന്നെ കാര്യം വിസാർഡ് കിങ്ങിനോട് പറയുന്നു. എന്തോ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. സോ ഈ മിഷന് ആരെ പറഞ്ഞയക്കണമെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം എന്ന് വിസാർഡ് കിങ് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ബ്ലാക്ക് ബുള്ളിന്റെ ഹൈഡൌട്ടാണ്. മാഗ്നേനെയും ചുമലിൽ ഏറ്റിക്കൊണ്ട് ആസ്ത അവിടെ പുഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ കാര്യമായിട്ട് അവിടെ എന്തൊക്കെയോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ആ കാര്യം മനസ്സിലാവുന്നത്. ആസ്തയുടെ തലയ്ക്ക് മുകളിലിരിക്കുന്ന ആ കിളിക്ക് ഒരു പേരിടാൻ ശ്രമിക്കുകയാണ് അവർ. എല്ലാവരും ഓരോ പേര് പറയുന്നുണ്ടെങ്കിലും അവർക്കല്ലാതെ വേറെ ആർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. ഇതേ സമയം ആ പക്ഷി ആണാണോ പെണ്ണാണോ എന്നുള്ളൊരു സംശയം അവരുടെ ഇടയിലോട്ട് വരുന്നു. അത് ബോയ് ആണെന്ന് ആസ്ത പറയുമ്പോ അല്ല അതൊരു ഗേളാ എന്ന് പറയാണ് നോയൽ. നമുക്കെന്തുകൊണ്ട് അതിന് നീരോ എന്ന് പേരിട്ടുടാ എന്ന് ചോദിക്കുകയാണ് ലക്ക്. എന്ത്? അതെ, നീരോ നല്ല പേരല്ലേ, അതിനർത്ഥം ബ്ലാക്ക് എന്ന. സോ ഇത് കേട്ട ആ പക്ഷിക്കും ആ പേരോട് വളരെയധികം ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അവർ അതിനെ നീരോ എന്ന് പേരിടുന്നു. ഇതേ സമയമാണ് ക്യാപ്റ്റൻ യാമിയും ഫിൻഡലും അങ്ങോട്ട് വരുന്നത്. ഹേ ഗായ്സ്, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോ പുതുതായിട്ട് വളരെ വലിയൊരു ഡഞ്ചൻ ക്രിയേറ്റ് ആയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. സോ അതിനെപ്പറ്റി അന്വേഷിക്കാൻ ബ്ലാക്ക് ബുൾ സ്ക്വാഡിനോടും സഹായം ചോദിച്ചിട്ടുണ്ട്. ഇത് കേട്ട് മാഗ്നയ്ക്ക് ഒരുപാടധികം സന്തോഷാവുന്നു. എന്ത് പുതിയ ഡഞ്ചനോ എന്ന് പറഞ്ഞ് അവൻ ഒരുപാടധികം എക്സൈറ്റ് ആവുന്നു. എന്ത് പുതിയ ഡഞ്ചൻ? പക്ഷെ ഡഞ്ചൻ എന്ന് പറഞ്ഞ എന്താ എന്ന് പറഞ്ഞ ആസ്തയും സന്തോഷിക്കുന്നു. അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാടാ സന്തോഷിക്കുന്നേ? വെറുതെ, അതല്ല അതിന്റെ ഒരു ബ്യൂട്ടി. സോ ഡഞ്ചൻ എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വസ്തുക്കൾ മറച്ചു വെക്കുന്ന ഒരു സ്ഥലമാണ്. സോ ആ കാലഘട്ടത്തിലുള്ള പലവിധ മാജിക് പവേഴ്സും അവിടെ ഉണ്ടാകും. സന്തോഷിക്കാൻ മാത്രം അത്ര നിസ്സാരമായിട്ടുള്ള ഒരു സ്ഥലമല്ല ഈ ഡഞ്ചൻ. ഒരുപാടധികം അപകടങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണത്. അവിടെയുള്ള വസ്തുക്കളിൽ തൊടാനോ അത് നശിപ്പിക്കാനോ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ആ മാജിക് പവർ നമ്മളെ ഇല്ലാതാക്കും. സോ അങ്ങോട്ട് പോകുന്നത് ഒരു ജീവമരണ പോരാട്ടമായിരിക്കും. ഇതൊക്കെ കേട്ട് ആസ്ത കീഴി പോയി വായം പൊളിച്ച് നോക്കി നിൽക്കുന്നു. ഈ ഡഞ്ചൻ ഇപ്പോ ക്രിയേറ്റ് ആയിട്ടുള്ളത് നമ്മുടെ ബോർഡറിന്റെ ഒരു പെർട്ടിക്കുലർ ഭാഗത്താണ്. അതായത് ക്ലോവർ കിണ്ടത്തിന്റെയും ഡയമണ്ട് കിണ്ടത്തിന്റെയും മധ്യഭാഗത്തായിട്ട്. ആ ഡയമണ്ട് കിണ്ടത്തിലുള്ളവർ വളരെയധികം ഡേഞ്ചറസ് ആണ്. അവരിതറിഞ്ഞ തീർച്ചയായിട്ടും അവർ അങ്ങോട്ടെത്തും. മുൻപത്തെ ആളുകൾ ആ ഡഞ്ചന്റെ അകത്ത് എങ്ങനത്തെ വസ്തുക്കളാണ് വെച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. ചില ആളുകൾ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം നേരിട്ടതിന് ശേഷം പുതിയ തരത്തിലുള്ള മാജിക് പവേഴ്സ് എല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുവാണ് ക്യാപ്റ്റൻ യാമി. ഇത് കേട്ടതും ആസ്തയ്ക്ക് അങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നു. ഞാൻ പോകാം. എന്നാ മാത്രമേ അവിടെയുള്ള പവർഫുൾ മാജിക് എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന് ട്രൈ ചെയ്യാൻ പറ്റൂ. അതുപോലെ ഒരു സ്ഥലത്തോട്ട് നിന്നെ പറഞ്ഞയക്കാൻ എനിക്ക് തീരെ ആഗ്രഹമില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്രാവശ്യം വന്ന പുതിയ ആളുകളെ പറഞ്ഞു വിട്ടാ മതി എന്നാണ് വിസാർഡ് കിങ് പറഞ്ഞത്. ഇത് കേട്ട് ആസ്തയെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്ത്, നമ്മുടെ വിസാർഡ് കിങ് ആണോ പറഞ്ഞേ? ആസ്ത, ഇത് ശരിക്കും ഒരു അടിപൊളി ചാൻസാ. നീ എങ്ങനെ ഇത് ഒപ്പിച്ചു? നിനക്ക് വിസാർഡ് കിങ്ങിനെ നേരത്തെ പരിചയമുണ്ടോ എന്ന് മാഗ്ന അവനോട് ചോദിക്കുന്നു. ഇല്ല, അങ്ങനെയാണെങ്കിൽ വിസാർഡ് കിങ് ആണോ എന്നെ തെരഞ്ഞെടുത്തേ? ശരിക്കും പറഞ്ഞ എന്തിനാ എന്നെ തെരഞ്ഞെടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇത് വലിയൊരു കാര്യമാ വിസാർഡ് കിങ്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും ഇല്ലാതാക്കില്ല. ഈ മിഷൻ ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യും എന്ന് പറയുവാണ് ആസ്ത. നീ മാത്രമല്ല അങ്ങോട്ട് പോവാൻ പോകുന്നത് നോയൽ, നീയും പോവേണ്ടി വരും. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ പുതുതായിട്ട് വന്ന നിങ്ങളെ രണ്ടുപേരെയും മാത്രമായിട്ട് അങ്ങോട്ട് അയക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. സോ ലക്ക്, നീയും ഇവരുടെ കൂടെ പോണം. ഇവരെ രണ്ടുപേരെയും സുരക്ഷിതമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോവേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ് ലക്ക്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട സാർ, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് ലക്കും പറയുന്നു. ഇതേ സമയം അവർക്ക് പോവാനുള്ള ഒരു പോർട്ടൽ ഓപ്പൺ ആക്കുവാണ് ഫിൻഡ്രൽ. ഹേ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, സൂക്ഷിച്ചു പോയിട്ട് വാ എന്ന് എല്ലാവരും അവരോട് പറയുന്നു. സോ ആ കാട്ടിലെത്തിയ അവർ ആ ഡഞ്ചനെ ലക്ഷ്യമാക്കി നടക്കുന്നു. എന്തുകൊണ്ട് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഡഞ്ചനിലോട്ട് നമ്മൾ എത്തിച്ചൂടാ എന്ന് ചോദിക്കുകയാണ് നോയൽ. ഇല്ല, അതൊരിക്കലും നടക്കില്ല. ഫിൻഡറിനെ കൊണ്ട് ഒരു വട്ടം പോയ സ്ഥലത്തോട്ട് മാത്രമേ പോർട്ടൽ ഓപ്പൺ ആക്കാൻ സാധിക്കൂ എന്ന് ലക്ക് അവരോട് പറയുന്നു. സോ നടന്ന് ആ ഡഞ്ചന്റെ അടുത്തോട്ട് അവർ എത്തുന്നു. വളരെ നിഗൂഢമായ ഇരുട്ട് നിറഞ്ഞ ഭയാനകമായിട്ടുള്ള ആ ഡഞ്ചന്റെ അകത്തോട്ട് അവർ കയറാൻ വേണ്ടി നിൽക്കുന്നു. ആസ്തയുടെ കൂടെ അവന്റെ ആ പക്ഷിയും വന്നിട്ടുണ്ട്. സോ അവർ അതിനകത്തോട്ട് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന യാമിനെയാണ്. അല്ല, വിസാർഡ് കിങ്ങിനെ ആസ്തേനെ എങ്ങനെ അറിയാം? എത്ര ആലോചിച്ചിട്ടും എനിക്കത് മനസ്സിലാവുന്നില്ല എന്ന് പറയുവാണ് മാഗ്ന. ഇതുപോലെയുള്ള കാര്യങ്ങൾ അവർക്ക് അറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറഞ്ഞ യാമി എന്തോ ഒരു കാര്യം ആലോചിക്കുന്നു. നമ്മൾ ചിന്തിക്കാത്തത് പോലും അവർക്ക് കാണാൻ സാധിക്കും. അത് നിനക്കറിയില്ലേ എന്ന് യാമി അവനോട് ചോദിക്കുന്നു. സോ വീണ്ടും ഡഞ്ചനകത്തോട്ട് പോകുന്ന ഇവരെയാണ് നമ്മൾ കാണുന്നത്. കയ്യിലുണ്ടായിരുന്ന ഒരു ലൈറ്റ് ഉപയോഗിച്ച് പതിയെ നടന്നുകൊണ്ടിരിക്കുവാണ് ആസ്ത. പെട്ടെന്ന് അങ്ങോട്ട് വന്ന നോയൽ അറിയാതെ അവനെ തട്ടുന്നു. സോ താഴെ വീണ് ആ ലൈറ്റ് അങ്ങ് പൊട്ടുന്നു. സോ ആകെ ഉണ്ടായിരുന്ന ഒരു ലൈറ്റും താഴെയിട്ട് പൊട്ടിച്ച് ഇപ്പൊ അവർ ഇരുട്ടത്ത് കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു.
നീ കാരണം ഇതെല്ലാം സംഭവിച്ചേ എന്ന് പറഞ്ഞ് നോയലിനെ കുറ്റപ്പെടുത്തുവാണ് ആസ്ത. ഇതേ സമയമാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിനിടയിലൂടെ വെളിച്ചം വരുന്നതായിട്ട് ലക്ക് കാണുന്നത്. ഞാൻ കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ കല്ല് മാറ്റുന്ന സമയത്ത് ആ ഭിത്തി മുഴുവനായിട്ടും ഇടിഞ്ഞു പൊളിഞ്ഞങ്ങ് വീഴുന്നു. അപ്പോഴാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം അവർ കാണുന്നത്. എന്റെ ലൈഫിൽ ഇതുപോലൊരു സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ആസ്ത അവരോട് പറയുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാൾ ഇത് വളരെ മനോഹരമായിട്ടുണ്ടല്ലോ എന്ന് ലക്കും പറയുന്നു. സോ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാജിക് എനർജി അവിടെ ഉള്ളതായിട്ട് നോയലിന് മനസ്സിലാവുന്നു. എന്ന് ഇത് കേട്ട് ആസ്തയ്ക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ആവുന്നില്ലല്ലോ. സോ മാജിക് പവർ ഇല്ലാത്തവർക്ക് ആ മാജിക്കിന്റെ എനർജി എത്രത്തോളം ഉണ്ടെന്ന് ഫീൽ ചെയ്യാൻ സാധിക്കില്ല. ഇത് കേട്ട് ആസ്തയ്ക്ക് ഒരുപാടധികം സങ്കടം വരുന്നു. എനിക്ക് മാത്രം എന്താ ദൈവമേ ഇങ്ങനെ ഒരു വിധി എന്ന് പറഞ്ഞ് കൈ ഉപയോഗിച്ച് താഴെ ഒറ്റയിടി അങ്ങ് ഇടിക്കുന്നു. പെട്ടെന്നാണ് ഒരുപാട് കല്ലുകൾ അവന് നേരെ വരുന്നത്. ഇത് ട്രാപ്പ് മാജിക് ആണെന്നാ തോന്നുന്നേ എന്ന് നോയൽ പറയുന്ന സമയത്ത് ആസ്ത തന്റെ സോഡെടുത്ത് അത് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നു. സോ അവർക്ക് ചുറ്റും അതുപോലെയുള്ള ട്രാപ്സ് ഒരുപാട് ഉണ്ടെന്നുള്ള കാര്യം ലക്കിനും മനസ്സിലാവുന്നു. എവിടെ? എനിക്കൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആസ്ത. കുറച്ചുകൂടി അടുത്ത് പോയി നോക്കടാ എന്ന് പറഞ്ഞ ലക്ക് അവനെ തട്ടുന്നു. സോ ചാടി കറക്റ്റ് ആയിട്ട് ആ ട്രാപ്പിനകത്ത് തന്നെ ചെന്ന് ചാടുവാണ് ആസ്ത. സോ വീണ്ടും അവർക്ക് ചുറ്റും ഒരുപാട് കല്ലുകൾ വരുന്നു. അത് അവന്റെ സോഡ് ഉപയോഗിച്ച് അവൻ കട്ട് ചെയ്യുന്നു. ഡേയ് എന്തുവാടെ ഈ കാണിക്കുന്നേ? അത് കൊള്ളാമായിരുന്നു, എനിക്ക് ഇഷ്ടമായി, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ ലക്ക് മറ്റൊരു ട്രാപ്പിലോട്ട് എടുത്ത് ചാടുന്നു. അവിടെ മൊത്തമായിട്ട് തീ വരുന്ന സമയത്ത് ആസ്ത തന്റെ സോഡ് ഉപയോഗിച്ച് അതിനെ ഇല്ലാതാക്കുന്നു. ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ് വീണ്ടും ഒരു ട്രാപ്പിൽ ചെന്ന് ചാടുവാണ് ലക്ക്. സോ ഇപ്രാവശ്യം വന്നത് കുറച്ച് വെള്ളമായിരുന്നു. അതും ആസ്ത അങ്ങ് ഇല്ലാതാക്കുന്നു. ഒരു ഫണ്ണിന് വേണ്ടി ഇവരായിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ക്. ഇവന് നമ്മൾ ഫ്രീഡം കൊടുത്താൽ തീർച്ചയായിട്ടും ഇവൻ നമ്മളെ കൊല്ലും എന്ന് പറയുവാണ് ആസ്ത. വീണ്ടും നമ്മൾ കാണുന്നത് ബ്ലാക്ക് ബുള്ളിന്റെ സ്ഥലമാണ്. ഈ ഡഞ്ചൻ എന്ന് പറയുന്നത് സാധാരണ ഒരു വിഷയമല്ല. അവരെ എന്തിനാ അങ്ങോട്ട് അയച്ചിരിക്കുന്നേ എന്ന് വെനസ് അവരോട് ചോദിക്കുന്നു. ഒരു മിഷനെ ഒരാളെ അയച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലിരിക്കുന്ന ആപത്തുകൾ മനസ്സിലാക്കിയിട്ടേ അവരയക്കൂ. പുതുതായിട്ട് വന്നവർ ഇതുപോലുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ അവർ അവരുടെ ലിമിറ്റിനെ പുഷ് ചെയ്യത്തുള്ളൂ. പിന്നെ അവരെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, കാരണം അവരുടെ കൂടെ ലക്കുണ്ട്. നമ്മുടെ ടീം മുഴുവനായിട്ട് തോറ്റുപോയാലും അവൻ ഒരിക്കലും തോറ്റുപോകില്ല, അതെനിക്ക് ഉറപ്പാ എന്ന് യാമി അവരോട് പറയുന്നു. എന്നാൽ ഇതേ സമയം ലക്കിന്റെ സ്വഭാവം ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഡേയ് ഇത് നോക്ക്, നിന്റെ ഈ ആന്റി മാജിക് വെപ്പണിന്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട്. ഇത് കാരണമാണോ വിസാർഡ് കിങ് നിന്നെ തെരഞ്ഞെടുത്തേ? എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, നിന്നെ പോലെ ഞാനും ഇതിലും ഉണ്ടാവണം. ശരി, നമുക്കിനി ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇപ്പൊ അവർ അവരുടെ ലിമിറ്റിലിരിക്കുന്ന തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞ ലക്ക് തന്റെ മാജിക് പവർ യൂസ് ചെയ്യുന്നു. അവിടെ മുഴുവൻ അവൻ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് സ്ഥലത്തുനിന്നാ ഏറ്റവും കൂടുതൽ മാജിക് എനർജി വരുന്നേ എന്ന് പറഞ്ഞ് അവൻ സെൻസ് ചെയ്യുന്ന സമയത്താണ് ഒരു സ്ഥലം അവൻ കാണുന്നത്. അപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നമ്മൾ മാത്രമല്ല, ഇവരെ എല്ലാവരേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ളത് ഞാനാ. ലൈറ്റ്നിങ് ക്രിയേഷൻ മാജിക് ഹോളി ലൈറ്റ്നിങ് ബൂട്ട്സ് എന്ന് പറഞ്ഞ ലക്ക് തന്റെ മാജിക് പവർ യൂസ് ചെയ്യുന്നു. സോറി ഗൈസ്, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്. അത് തീർക്കുന്നവരെ ഈ ഡഞ്ചൻ മുഴുവനായിട്ട് നിങ്ങളൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വാ. പറ്റുവാണെങ്കിൽ പുറത്തോട്ടുള്ള വഴി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ ലക്ക് അവിടെ നിന്നും പോകുന്നു. സോ ഇവരെ നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നവൻ ഇവരെ ഇവിടെ ഉപേക്ഷിച്ച് തന്റെ കാര്യങ്ങൾ നോക്കി പോകുന്നു. ഏയ്, ഞങ്ങളെ നോക്കാൻ വേണ്ടിട്ടല്ലേ നിന്നെ അയച്ചേ, നീ ഇത് എങ്ങോട്ടാ പോകുന്നേ എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് നോയൽ. എന്റെ കയ്യിൽ ഈ സോഡുള്ളിടത്തോളം കാലം നമുക്കൊന്നും തന്നെ സംഭവിക്കില്ല. ഇനി നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് ചിന്തിക്കുവാണ് നോയൽ. ഹേയ്, ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ഈ ഭിത്തിയെല്ലാം ഇടിച്ചു പൊളിച്ച് ഞാൻ നിന്നെ ഇവിടെ നിന്ന് രക്ഷിക്കും. കാരണം ഭാവിയിൽ വിസാർഡ് കിങ് ആവാൻ പോകുന്ന ആളാ ഞാൻ. തീർച്ചയായിട്ടും ഇതെന്നെ കൊണ്ട് സാധിക്കും. ഓ, നീ വീണ്ടും തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ് നോയൽ. അത് ശരിയാണ് യുനോ, തീർച്ചയായിട്ടും ഒരിക്കൽ ഞാനൊരു വിസാർഡ് കിങ് ആയിട്ട് മാറും എന്ന് ആസ്ത പറയുന്നു. യുനോ അതാരാ എന്ന് ചോദിക്കുകയാണ് നോയൽ. ഞാൻ അവനെ പറ്റി ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ. യുനോ എന്റെ കൂടെ ഉള്ളവനാ. ഹാജ് വില്ലേജിൽ നിന്നും എൻട്രൻസ് എക്സാം എഴുതാൻ ഞങ്ങൾ ഒരുമിച്ചാ വന്നേ. അവൻ ആ എക്സാമിൽ പാസ്സായതുകൊണ്ട് ഗോൾഡൻ ഡൗൺ അവനെ തെരഞ്ഞെടുത്തു, ബ്ലാക്ക് ബുള്ള് എന്നെയും തെരഞ്ഞെടുത്തു എന്ന് പറയുവാണ് ആസ്ത. ഓ കൊള്ളാവല്ലോ, ഒരേ സ്ഥലത്തുനിന്ന് വന്ന രണ്ടു പേർക്ക് ഒരുമിച്ച് ഒരു അവസരം കിട്ടുന്നു. ഇത് വളരെ റയർ ആയിട്ട് നടക്കുന്ന ഒരു സംഭവം. റോയൽറ്റി അല്ലാഞ്ഞിട്ട് പോലും അവനെ പോലെ ഒരുത്തനെ ഗോൾഡൻ ഡൗൺ തെരഞ്ഞെടുത്തെന്നോ? അതെ, അവൻ വളരെയധികം സ്ട്രോങ് ആണ്, പക്ഷേ ഞാൻ അവനേക്കാൾ സ്ട്രോങ് ആയിട്ട് മാറും എന്ന് വളരെ കോൺഫിഡൻസോട് കൂടി പറയുവാണ് ആസ്ത. കുഴപ്പമില്ലല്ലോ, ഇവനൊരു ചെറിയ പയ്യനാണെങ്കിൽ പോലും ഇവനക്ക് വേണ്ടിയിട്ട് ഒരു ഗോൾ അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ആസ്തയെ നോക്കി ചിന്തിക്കുകയാണ് നോയൽ. ശരി വാ, നമുക്ക് പോവാം എന്ന് ആസ്ത അവളോട് പറയുന്നു. ഒരു മിനിറ്റ്, ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ചാണ്, അത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇല്ല, അങ്ങനെ ഒന്നും നടക്കില്ല. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, മാറി നിൽക്ക്, എന്നെ ഫോളോ ചെയ്തു വാ എന്നും പറഞ്ഞ് നോയൽ അവന്റെ മുമ്പിലൂടെ നടക്കുന്നു. എന്നാൽ അവൾ കാലെടുത്ത് വെക്കുന്നത് മറ്റൊരു ട്രാപ്പിലായിരുന്നു. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്ന ഒരുപാട് പേരുകൾ അവളെ അവിടെ കെട്ടിയിടുന്നു. അവളുടെ മുമ്പിലോട്ട് മനുഷ്യനെ തിന്നുന്ന ഒരു ചെടി വെള്ളത്തിന്റെ അടിയിൽ നിന്നും വരുന്നു. ഹേയ്, അവിടെ നിന്നും മാറി നിൽക്ക് എന്ന് പറഞ്ഞ ആസ്ത സോഡ് ഉപയോഗിച്ച് ആ വേരുകളെല്ലാം വിട്ടുന്നു. എന്ന് വളരെ പെട്ടെന്ന് തന്നെ ആസ്തയും ആ വേരുകൾ അറ്റാക്ക് ചെയ്യുന്നു. ഏയ് ആസ്ത എന്ന് പറഞ്ഞ് നോയൽ അവനെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് നോയലിനെ ആ വേരുകൾ അറ്റാക്ക് ചെയ്യുന്നത്.
അവരെ രണ്ടുപേരെയും കൊണ്ട് ആ വേരുകൾ ആ ചെടിയുടെ അടുത്തോട്ട് പോകുന്നു. ഇല്ല, ഇത് നല്ലതിനല്ല. സോ ആ ചെടി ഇപ്പൊ അവരെ വിഴുങ്ങോടാന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്നൊരു ഹോളിൽ നിന്നും ഒരുപാട് സോഡുകൾ ഇവരുടെ അടുത്തോട്ട് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ആ ചെടിയെ മുഴുവനായിട്ടും ആ സോഡുകൾ ഇല്ലാതാക്കുന്നു. താഴെ വീണ ആസ്തയ്ക്ക് നോവൽക്കും ഇത് എവിടുന്ന വന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാജിക്കാ. ഇത് വളരെയധികം ആക്യുറേറ്റ് ആണ്. പക്ഷേ എവിടുന്ന വന്നെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. എന്ത് കേട്ടത് സത്യമാണോ? അതെ, ഗോൾഡൻ ടൗണിന്റെ കുറച്ച് മെമ്പേഴ്സ് കൂടി അതിനകത്തോട്ട് പോയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അവര് തമ്മിൽ കണ്ടുമുട്ടിയ എന്ത് സംഭവിക്കുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ, എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയുവാണ് യാമി. അപ്പോഴാണ് നമ്മൾ ഒരാളെ കാണുന്നത്. ഗോൾഡൻ ടൗണിന്റെ റോബല്ലായിട്ട് 4 ലീവ്സ് ക്ലോവർ കയ്യിലുള്ള ഒരാൾ. ഇത് വെച്ചാണ് ഞാൻ എന്റെ കടമെല്ലാം വീട്ടാൻ പോകുന്നത്. ആസ്ത, ഹേ യുനോ എന്ന് ആസ്ത അവനെ നോക്കി വിളിക്കുന്നു.